യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാല എടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. താൻ ദൈവമാണെന്ന് അറിയാമായിരുന്നിട്ടും തൻ്റെ പദവികൾ എന്താണെന്ന് അറിയാമായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള തൻ്റെ കടമ നിർവഹിക്കുന്നതിന് മുന്നോടിയായി ഈ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ താഴ്ത്തിക്കൊണ്ട് നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തു ഒരു ദാസനെ പോലെ തൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും അത് ചുംബിക്കുകയും ചെയ്യുന്ന എൻ്റെ ദൈവത്തിൻ്റെ അവസ്ഥ. ഇന്നത്തെ ലോക നേതാക്കൾക്കില്ലാതെ പോയതും അതുതന്നെ. തന്നെ താഴ്ത്തുവാനോ മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ഈഗോകൾ മാറ്റിവെക്കുവാനോ മെനക്കെടാതെ തനിക്കെല്ലാം വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്തയിൽ ലോകം മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന് വിപരീതമായി നമ്മുടെ ദൈവമായ കർത്താവ് ഈ ഭൂമിയിലെ വന്നവരും ജീവിക്കുന്നവരും വരാനിരിക്കുന്നവരുമായ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ സ്വയം ഏറ്റെടുക്കുവാൻ ഒരു ദാസനായി തന്നെ താഴ്ത്തുന്ന കാഴ്ച ഭൂമിയോളം താഴുവാൻ അവനെ തന്നെ താഴ്ത്തി. നമ്മളെത്ര ഉയരത്തിലായിരുന്നാലും നമ്മൾ സ്വയം താഴ്ത്തപ്പെടുവാൻ ആഗ്രഹിച്ചാൽ സ്വർഗം നിന്നെ ഉയർത്തുമെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി തൻ്റെ ശരീരം തന്നെ സ്വയം കീറിമുറിച്ച് ഒരു ബലിയായി മാറുവാൻ അവൻ തന്നെ ഒരുക്കുന്ന ഒരവസ്ഥ. ദൈവസന്നിധിയിൽ ഞാൻ ആരുമല്ല, ദൈവമായിരുന്നാലും ഗുരുവായിരുന്നാലും രാജാവായിരുന്നാലും കർത്താവിൻ്റെ മുന്നിൽ ഞാൻ ആരുമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഒരു ദാസനായി തൻ്റെ കൂടെയുള്ളവരുടെ പാദം കഴുകി അതിൽ ചുംബിക്കുവാൻ തയ്യാറാകുന്ന യേശു ക്രിസ്തു. ഇന്നത്തെ ലോകത്തിൽ
സമാധാനമുണ്ടാകുവാൻ ഏറ്റവും ആവശ്യമായ എളിമയുടെ അടയാളം. ആ പാത നമ്മൾക്ക് ഓരോരുത്തർക്കും പിന്തുടരാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സമാധാനം നിങ്ങൾക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മനുഷ്യരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഞാനെന്നുള്ള ഭാവം എല്ലാ മനുഷ്യരിൽ നിന്നും ദൈവം എടുത്തു മാറ്റട്ടെ. പരസ്പരം സഹായിക്കുവാനുള്ള കൃപ അവരിൽ നിറയ്ക്കട്ടെ. തന്നെത്താൻ താഴ്ത്തുവാനുള്ള ഇച്ഛ അവരിൽ നിറയ്ക്കട്ടെ. ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഈ ദിവസങ്ങളിൽ സമാപിക്കുവാനും അങ്ങനെ യുദ്ധക്കെടുതിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും സന്തോഷവും സമാധാനവും ലഭിക്കുവാനും യേശുക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ, തന്നെ കീറിമുറിച്ചു ബലിയായി മാറിയ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഈ പെസഹ വ്യാഴാഴ്ച എല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.